ഹായ്, വെൽക്കം ബാക്ക് ടു മേഘാസ് കിച്ചൺ. നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു നെല്ലിക്കാച്ചാറാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നെല്ലിക്ക അച്ചാർ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള നെല്ലിക്ക തന്നെയാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിന് അധികം കയ്പ്പില്ല. നാടൻ നെല്ലിക്കയാണെങ്കിൽ കുറച്ചും കൂടെ കയ്പ്പുണ്ടാവും. അപ്പം ഇത് വന്നിട്ട് നമ്മൾ പുഴുങ്ങിയിട്ടൊന്നുമല്ല, സാധാ മാതിരിയാണ് അച്ചാറിടുന്നത്. അപ്പോൾ ഇത് മുഴുവനായിട്ട് വേണമെങ്കിൽ ഇടാം, ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് വേണമെങ്കിൽ ഇടാം. ഞാൻ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് ഇതിൻ്റെ കുരു എല്ലാം കളഞ്ഞതിന് ശേഷമാണ് അച്ചാറിടുന്നത്. അപ്പോൾ മുഴുവനായിട്ടാണെങ്കിൽ ചെറുതായിട്ട് ഇതിനൊന്ന് വരഞ്ഞു കൊടുത്തിട്ട് നമുക്ക് അച്ചാറിടാം. അപ്പം ഞാനിത് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇത്രയും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിന് ഞാനൊരു 20 അല്ലി വെളുത്തുള്ളി ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് അത് ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇഞ്ചിയും ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് ചതച്ചെടുത്തിട്ട് ആണ് വെച്ചിട്ടുള്ളത്. പിന്നെ എടുത്തിട്ടുള്ളത് 2 പച്ചമുളകാണ്. 2 പച്ചമുളക് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അച്ചാർ ഇടാൻ വേണ്ടിയിട്ട് ഒരു പാത്രം ചൂടാകാൻ വേണ്ടിയിട്ട് വെച്ചു. മൺചട്ടിയിലാണ് ഞാൻ തയ്യാറാക്കുന്നത്. അപ്പോൾ മൺചട്ടി ചൂടായതിന് ശേഷം ഒരു 3 ടേബിൾ സ്പൂണോളം നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തു. നല്ലെണ്ണ ചൂടായതിന് ശേഷം 1 ടേബിൾ സ്പൂണോളം കടുക് ഇട്ട് കൊടുത്തു. കടുക് നന്നായിട്ട് മൂത്ത് പൊട്ടാൻ തുടങ്ങുമ്പോൾ ഒരു 1/4 ടേബിൾ സ്പൂണോളം ഉലുവയും കൂടെ ചേർത്ത് കൊടുത്തു. അത് പൊട്ടി വന്നതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് കൊടുത്തു. അത് നന്നായിട്ടും പച്ചമുളകൊക്കെ മാറിയതിന് ശേഷം ഇതിലേക്ക് പൊടികളും കൂടെ ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂണോളം മുളക് പൊടിയും 1/4 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടിയും 1.5 ടേബിൾ സ്പൂണോളം അച്ചാർ പൊടിയുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പൊടികൾ നമ്മൾ ചേർത്ത് കൊടുക്കുമ്പം എപ്പോഴും ഒരു ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം വേണം പൊടികൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ ചൂടാക്കിയ വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിനൊരു തിള വന്നതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കഷ്ണവും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നെല്ലിക്ക ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നെല്ലിക്ക ഇട്ടതിന് ശേഷം നമുക്കൊരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഇതിലേക്ക് ഇതിൻ്റെ പൊടിയും അതിൻ്റെ ഗ്രേവിയെല്ലാം നന്നായിട്ട് പിടിക്കുന്നത് വരെ നല്ലപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഗ്രേവിയെല്ലാം ഈ കഷ്ണത്തിലേക്ക് പിടിച്ചതിന് ശേഷം നമുക്കിതിനെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഗ്രേവിയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ഏകദേശം 2 മുതൽ 3 മിനിറ്റ് വരെ നമുക്കിതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യണം. ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം വിനാഗിരി ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ എത്രയാണോ നെല്ലിക്ക എടുത്തിട്ടുള്ളത് അതിനനുസരിച്ച് നമുക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാം, പുളിക്കനുസരിച്ച്. അപ്പം ഇത് ഒരുപാട് പുളിയും ഒരുപാട് കയ്പൊന്നും ഇല്ലാത്ത നെല്ലിക്ക ആയതുകൊണ്ട് തന്നെ ഞാനൊരു 3 ടേബിൾ സ്പൂണോളം വിനാഗിരിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കി ആവശ്യത്തിന് ഉപ്പൊക്കെ കുറവാണെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മുടെ നെല്ലിക്ക അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ പെട്ടെന്ന് ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്